ഇംഗ്ലീഷിൽ പറയുമ്പോൾ 4/, എല്ലാം പഠിപ്പിച്ച് കാണുമായിരിക്കും. ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി മാറ്റുമോ താളം? അല്ലേ? രണ്ടാമതൊരു താളം കൂടെ നമ്മുടെ ഈ കുർബാനയിൽ ഉണ്ട്. രണ്ടാമതൊരു താളം അറിയാം ഏതാ? അത് താളത്തിൻ്റെ പേര് മലയാളത്തിൽ പറഞ്ഞായിരുന്നോ? പറഞ്ഞു അറിയാം. മലയാളത്തിൽ പറഞ്ഞു അറിയില്ല. ഏതാണെന്ന് എല്ലാം അറിയാം. 1 2 3 1 2 3 1 2 3 1 2 3. അതിനെന്തായിരുന്നു പറഞ്ഞത്? പറഞ്ഞോ. നമ്മ റൈറ്റാ? 3 അല്ല, 6 3/4 കറക്റ്റ്. 3/4 അതെ. 1 2 3 1 2. മുമ്പേ പറഞ്ഞൊരു ബാറിൻ്റെ കാര്യം പറഞ്ഞല്ലേ, ഒരു സെക്ഷൻ. അതിൻ്റെ അകത്ത് 3 താളം വരും, 3 ബീറ്റ്. 1 2 3 അത് എഴുതി അവിടെ വെക്കും. പിന്നെ ഒരു അടുത്ത സെക്ഷനിൽ 1 2 3 എഴുതി വെക്കും. പിന്നെ അടുത്ത 2 3 അങ്ങനെ എത്രണ്ണം വരും? 5 ലൈൻസിൽ എത്രണ്ണം വരും? 4. എപ്പോഴും 4ആയിരിക്കും കേട്ടോ. എപ്പോഴും 4 ബാറേ വരത്തുള്ള ഒരു ഇതിൽ 4 ബാറിൻ്റെ ഞാൻ പറഞ്ഞു മുമ്പേ പറഞ്ഞ് ഈ മൾട്ടിപ്ലിക്കേഷനാണ്. 4 അടുത്ത 8 16 അങ്ങനെ ഒരു പാട്ടുണ്ടാക്കുമ്പോൾ അങ്ങനെയാണ് ചിട്ടപ്പെടുത്തത്. ഞാൻ മുമ്പേ പറഞ്ഞത് ഏതാ? 1 2 3 1 2 3 1. മുമ്പേ ആദ്യം നമ്മൾ പറഞ്ഞൊരു ആദ്യ താളത്തിന് എങ്ങനെയാ പറഞ്ഞത്? നമ്മൾ 1 2 3 4 1 2 3 4 1 അങ്ങനെ പറയാം അല്ലേ? ഇതിപ്പോൾ നമ്മൾ പറയുന്നത് 1 2 3 1 2 3 1 2 3 അല്ലേ? ആ ട്യൂണങ്ങ് മാറും, ചില പാട്ടിൻ ട്യൂൺ അല്ലേ, താളം മാറി. മനസ്സിലാവുന്നല്ലോ. ഇട്ടേ യേശുവേ നിൻ പാദം കുമ്പിടുന്നേ, നാഥാ സമർപ്പിക്കുന്നു. കേട്ടോ? എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. കേട്ടോ? പാടാൻ പറ്റുമോ അവിടെ ധ്യാനത്തിന്? പിന്നെ ഒത്തിരി പാട്ടുകളുണ്ടല്ലോ അല്ലേ? ഇങ്ങനെ വരെ താളം 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 1 2 3 1 2 3 1 2 3 1 1 2 3 1 2 3 1 2 3 1 2 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3. ഞാൻ 1 2 3 4 പറഞ്ഞു. പാട്ടുണ്ടാക്കി വെച്ചിരുന്ന കണ്ടല്ലോ. ഇപ്പം മനസ്സിലായല്ലേ എന്തുവായി താളം? അതായത് അപ്പം ഞാൻ 2 താളമേ ഇപ്പം നിങ്ങൾക്ക് തരുന്നുള്ളൂ. നമ്മുടെ കുർബാനയിൽ മിക്കവാറും എല്ലാ പാട്ടുകളും ഈ 2 താളം. ഓക്കെ? അപ്പോഴേ ആദ്യം പറഞ്ഞത് ആദ്യ താളത്തിൽ 1 2 3 4 1 2 3 4 1 2 3. കൺഫ്യൂഷൻ ആയില്ലേ? കൺഫ്യൂഷൻ ആയോ? ആയി ആയി. ഇവിടെ വെളിവെന്ന് പറയുന്ന അല്ലേ? ഇപ്പൊ നമ്മൾ പാടിയത് രണ്ടെണ്ണം അടിച്ചാൽ നമ്മൾ പറയുന്ന 3 കൂടെ പറയും. 1 2 3 ഇതാ അടിക്കുന്നത്. മനസ്സിലായോ? ആണോ? മനസ്സിലാവുന്നുണ്ടോ? അൻപുടേൻ്റെ വേറെ ടൂണുണ്ട്. ഒരു പാട്ടേ ഉള്ളൂ, അന്വേഷണം മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ സാധാരണ പാടുന്നത്. അൻപുടേൻ്റെ ഒരു ഉണ്ട്. അൻപുടയോ നീ നിൻ വാതിൽ ഹല്ലേലൂയ ഹല്ലേലൂയ
അല്ലേ? ആണോ? ഈ രണ്ട് താളം നമുക്ക് ഈ മൂന്ന്, അതായത് 3/4 പറഞ്ഞില്ലേ? അതിന്റെ മലയാളം അറിയില്ല, കേട്ടിട്ടില്ല. രൂപക താളം എന്ന് കേട്ടോ? ഉണ്ട്. രൂപക താളം കേട്ടിട്ടുണ്ടോ? ആരും കേൾക്കാത്തൊരു കഴിയോ? അല്ല, കേട്ടിട്ടുള്ളൊരു കഴിയോ? രൂപക താളം. രൂപക താളം. രൂപക താളം 3 1 2 3 1 2 3. മനസ്സിലായല്ലേ? ഇനി മാറുമോ? നമ്മുടെ ബേസിക് കുർബാനയ്ക്ക് 2 പഠിക്കാൻ മതി. പിന്നെ മുമ്പേ പറഞ്ഞ താളത്തിന് പേര് ത്രിപട താളം. എന്താ പറഞ്ഞോ? അല്ലേ? മിശ്ര ജാപ്പ് കേട്ടോ? പഠിച്ചോ? അതേതാ? 6/4. അതാ ത്രിപട താളം. അത് നമുക്ക് വേണ്ട, കുർബാനയ്ക്ക് വേണ്ട. ഞാൻ വേണേ പറഞ്ഞു, നിങ്ങൾ ഇതിന് പാടുന്ന, അതായത് കൺവെൻഷൻ സോങ് ഒക്കെ വരും. ഇത്രത്തോളം യഹോവ സഹായിച്ചു, കേട്ടോ? അപ്പൊ അത് പാടുന്ന ആവശ്യം നമ്മൾ അതിന് താളം ഏതാ? അങ്ങനത്തെ പാട്ടുകൾ. ഇത്രത്തോളം ഒന്നുമില്ലായ്മയിൽ നിന്ന് 6/8 ഒരു പാട്ടുണ്ട് കൺവെൻഷന് പാടുന്ന സ്റ്റൈൽ. അതെന്ന് പറയുന്ന ഒരു ജെർക്ക് പാട്ടാണ്. ആ താളം എന്ന് പറയുന്നത് കൺവെൻഷന് പറ്റുന്ന പാട്ടുകളൊക്കെ മിക്കവാറും അതേ ക്രിസ്മസ് വന്ന് ചില പാട്ടുകൾ പാടും. ഇത്രത്തോളം സ്പീഡ് കൂടുന്നുള്ളതല്ലോ, ടൈമിംഗ് അല്ല ഇതാ. ഇത്രത്തോളം ദൈവമെന്നെ നടത്തി. കിട്ടിയോ? ഓക്കെ. ഇതിന് 6/8 എന്ന് പറയും. 6/8. അത് നമുക്ക് കൂടുതൽ നമുക്ക് ഞാൻ കുർബാനയുടെ കാര്യത്തിലേക്ക് ഞാൻ വരുന്നു. ഓക്കെ. അപ്പൊ 3/4 എടുത്തു. രൂപക താളം പഠിച്ചു. എന്തുവേണ്ട പേര്? രൂപക താളം. ആ പാട്ട് നമ്മളിവിടെ ഇപ്പം അന്യോന്യ ശ്ലോമം എന്ന് പറഞ്ഞതിൻ്റെ കൂട്ട് പഠിക്കുന്നു. ഓക്കെ. അപ്പം എങ്ങനെയാണ് താളം വായിക്കുന്നത്? ഞാനൊരു പറഞ്ഞു തരിക, നിങ്ങൾ പറഞ്ഞോണം. ഞാൻ പറയുന്നതിൻ്റെ കൂട്ട് പറഞ്ഞോണം. 1 2 3 1 2 3. അല്ലേ? നമ്മൾ ചിലവരൊക്കെ പാടുന്ന താളം അറിയാൻ വയ്യാത്തവർ പോലും ചില പാട്ട് കേൾക്കാം. ഇങ്ങനെയായിരിക്കും താളം അടിക്കുന്നത്. അതായത് അത് പാടിയത് ഏറ്റവും പാടി അന്യോന്യം ശ്ലോമോ നൽകിൻ, അവരൊക്കെ താളം അടിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് 1 2 3 കിടക്കുക. 2 3 1 2 1 മാത്രമേ അവർ അടിക്കുന്നത്. അല്ലേ? താളം ഏതാ? രൂപക താളം. 3/4. മനസ്സിലായോ? 1 2 3 1 2 ഇതാണ്. അതുകൊണ്ട് രൂപക താളം 1 2 3 3/4 ഇടുക. അതാണ് ഇതിൻ്റെ നമ്മളിപ്പോൾ 2 പാട്ട് പറഞ്ഞു. ഒന്ന് അന്യോന്യ ശ്ലോമം. ഓക്കെ.
അതിനകത്തിൽ നിങ്ങളൊരു പാട്ട് വേറെ ഏതെങ്കിലും പാടി, ഒരു കൺവെൻഷൻ പാട്ട് പാടി രൂപതാളം. ടൈമിംഗ് കിടപ്പുണ്ട്. പെട്ടെന്ന് പാട്ടൊന്ന് പാടാമല്ലോ, ഇഷ്ടം പോലെ പാടും. അത് പാടി നിശ്ചയത്തിന് പാദം പാടി. അതുപോലെ വേറെ ഒരു പാട്ട്. ടൈമിംഗ് 1 2 ആ അടുത്തൊരു പാട്ട്. ഓരോരുത്തർക്കും പാടാം, പറയാം. നിങ്ങൾക്ക് അപ്പം മനസ്സിലാവില്ല എന്തുവാ. ഒരു താളം കിട്ടി, നിങ്ങൾക്കൊരു താളം കിട്ടി. ഓക്കെ, ഞാൻ അടുത്തൊരു പാട്ട്. ക്ലിയർ. അത് താളം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ്. ഇപ്പം ബോധമായല്ലോ എന്താണ് ഒരു താളം, അല്ലേ? നമ്മൾ പാട്ട് പഠിക്കുന്നു എന്നുള്ളതല്ല അതിൻ്റെ മനസ്സിലായിട്ട്. പാട്ട് കുർബാന പാട്ട് പഠിക്കുന്നതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് ഇതല്ലേ ഗുണം. അതോ എന്താ വേണ്ടത്? നിങ്ങൾ പാട്ടൊക്കെ പഠിച്ചതാണ് കുർബാന പാട്ടല്ലേ, അല്ലേ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു പാട്ട് കേട്ടാൽ മനസ്സിലായി ഇത് ഏത് താളത്തിലാണ്, അല്ലേ? അറ്റ്ലീസ്റ്റ് അതെങ്കിലും. രാഗം നമ്മൾ വിട്ടേ, രാഗത്തിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരല്ല. നമ്മളിപ്പം പഠിച്ചാലൊന്നും തീരത്തൊന്നുമില്ല, എനിക്കും അറിയാം. താളം മതി, അല്ലേ? ശരി. താളം, ടൈമിങ്, ശ്രുതി. ശ്രുതി ഞാൻ പിന്നെ വരുവാ പറഞ്ഞുതരാം. താളം അടുത്തൊരു പാട്ടോട് ഒന്നും നല്ല അറിയത്തില്ലേ? ഒരു പാട്ട് ഇപ്പൊ കിടക്കുന്നാണ്ട് ഹൃദം. നീ വായിച്ചു കൊടുക്കണം, അല്ലാതെ പാടത്താവല്ലേ? പാടത്തല്ലേ? ഓക്കെ, അത് കേട്ട് ശരി, ഞാൻ സമ്മതിച്ചു. പാട്, വായിക്കിരിക്കുന്നവർക്ക് പാടുന്നുണ്ട്. നിങ്ങൾ എന്താണ് താളമെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ പാട്ട് പാടും. ഓക്കെ, ഒരു താളത്തിനനുസരിച്ച് ഒരു പാട്ട് പാടി. ഇതിനകത്തൊരു പാട്ട് പാടാം. ഒരു ക്രിസ്മസ് പാട്ടോ, കൺവെൻഷൻ സോങ്. ഏതൊരു പാട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ OBSന്റെ പാട്ടൊക്കെ പാടി. ഈ താളത്തിൽ കാണുന്ന ഒരു പാട്ട്. ആ അത് പാടി. എന്താണ് പാടി? എന്താന്നപ്പോ പാടി? ആ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി കേട്ടോ. അതായത് ഇതാണ് രൂപക താളം അല്ലെങ്കിൽ 3/4 ഒരു പാട്ടെന്നുള്ളത്. അപ്പോൾ ഒരു പാട്ട് കേട്ടാ താളവേദ എന്ന് മനസ്സിലാക്കി വെക്കണം. അതിനുവേണ്ടി മാത്രമേ ഞാൻ പറഞ്ഞു. അത് പറഞ്ഞതിനോട് എനിക്ക് സംഗീതപരമായിട്ട് കൂടുതൽ അറിവില്ല, എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇത് ടൈമിങ് ശ്രുതി കൊടുത്താൽ മതി, താളം കൂടെ കൊടുത്താൽ മതി. 1 2 3 1. ആ പറഞ്ഞ ഏതാണ്? ആ ഗുഡ്. താളം അടിച്ച് നോക്കിയത് ശരിയാണോ? ആണോ? നോക്കിയേ. അല്ലേ? ഒരു പാട്ടോട് പറഞ്ഞു. ഒന്ന് പാടിക്കാം. ആ ഓക്കെ. ആണല്ലോ. മതിയോ? മതി. എന്തുവാന്ന് മനസ്സിലായല്ലോ.
ഇനി മറക്കുമോ 3/4 എന്താണ്? നാളെ വേറെ പറയേണ്ട ആംഗിൾ വന്ന് ബഹറിനെന്ന് വന്ന് പഠിപ്പിച്ച് തെറ്റാവുക എന്ന് പറയും. ഞാൻ പറഞ്ഞെന്നാൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ഞാൻ പറഞ്ഞെന്നാൽ ഈ 2 താളം മതി നമ്മുടെ കുർബാനയിലെ കാര്യം. പിന്നെ ഈ മണിക്കൂറുകൾ വേണ്ടി വരും പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു. നമുക്ക് ഈ ചെറിയ ഷോർട്ട് പീരീഡിൽ ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടത്തക്ക രീതിയിലുള്ള കാര്യം പറയുന്നത്. ഒരു ക്യാപ്സൂൾ തന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാകും. ആ ഭാഷയിലാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ചുമ്മാതെ വേറെ സ്റ്റൈലിലൊക്കെ പറഞ്ഞുതരാം, പക്ഷെ അത് നിങ്ങൾക്ക് ബോറിംഗ് ആയി. ഇതാണ് കറക്റ്റ്, നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? മനസ്സിലാകാത്തവരാരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറ. ഉണ്ടോ? എന്താണെന്നുള്ള മനസ്സിലായി? 2 താളം ഉണ്ടോ? ശരിയല്ലേ? അതൊക്കെയായിരുന്നു.